ഇന്ന് ഒരിടത്തെങ്കിൽ നാളെ മറ്റൊരിടത്ത്. പത്തനംതിട്ട കലഞ്ഞൂരിൽ വളർത്തുനായ്ക്കളും കോഴികളും എല്ലാം പുലികൾക്ക് തീറ്റയായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടിടങ്ങളിൽ കെണിവെച്ച് മാസം 1 പിന്നിടുമ്പോൾ പുലികളെ ഒന്നിനെ പോലും പിടിക്കാനുമായിട്ടില്ല. ആഗസ്റ്റ് ആദ്യവാരം തുടർച്ചയായ 4 ദിവസങ്ങൾ. ആദ്യത്തെ 3 ദിവസങ്ങളിലും വന്നെത്തിയത് സാമാന്യം വലിപ്പമുള്ള പുലിയെങ്കിൽ അവസാനത്തെ നാൾ വന്നത് 3 പുലിക്കുട്ടികൾ. ആര്യഭവനിൽ ബാബുവിന്റെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറയിലെ ദൃശ്യങ്ങളാണ് പുലിയുടെ സാന്നിധ്യം വ്യക്തമാക്കിയത്. ദൃശ്യങ്ങൾ പുറത്തായതോടെ നാട്ടിലാകെ ഭീതിയായി. സന്ധ്യ മയങ്ങിയാൽ പുറത്തിറങ്ങാൻ തന്നെ പേടി. ഇതിനിടെ പൂമരുതിക്കുഴിയിൽ പട്ടാപ്പകൽ സതീഷിന്റെ വളർത്തുനായയെ പിന്തുടർന്ന പുലി വീടിന്റെ അടുക്കളയിലും കയറി. ഇതോടെ പൂമരുതിക്കുഴിയിലും പിന്നീട് ബാബുവിന്റെ വീട്ടുപരിസരത്തും വനം വകുപ്പ് കൂടുവെച്ചു. അപ്പോൾ അന്ന് കോഴിയെ പിടിക്കുന്നതായിട്ട് നമുക്ക് ശബ്ദമെല്ലാം കേട്ടതും കണ്ടതും. അപ്പോൾ അന്നേരം മെമ്പറിനോട് വിളിച്ചു. മെമ്പർ പിന്നെ ഫോറസ്റ്റിനെ വിളിച്ച് അവരിവിടെ വന്നെല്ലാം നോക്കി. അവർ നോക്കി പോയതിൻ്റെ അന്ന് രാത്രി 3 കുഞ്ഞുങ്ങൾ ഈ മോളിൽ കൂടെ ഇങ്ങനെ ചാടി ഇറങ്ങുന്നതായിട്ട് കണ്ടു. കൂടുവെച്ച അന്ന് രാത്രി മുതൽ പുലികൾ 2 ഇടങ്ങളിലേക്കുമുള്ള വരവ് നിർത്തി. മേലിരുന്ന കോഴിക്കോട് താഴെ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിനെന്തെങ്കിലും സംശയം തോന്നി മാറിപ്പോയതായിരിക്കും. ഇപ്പം എന്തായാലും 1.5 മാസം കൊണ്ട് വരവേ ഇല്ല ഇങ്ങോട്ട്. എന്നാൽ ഇതിനിടെ പഞ്ചായത്തിന്റെ മറ്റ് പലയിടങ്ങളിലും പുലികൾ വന്നു. പാക്കണ്ടം കക്കാട് കിഴക്കേതിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിജയകുമാറിന്റെ വളർത്തുനായയെ പുലി കൊന്നു തിന്നു. എൻ്റെ വീട്ടിലും കയറി എൻ്റെ പട്ടിയും പുലി തിന്നിട്ട് പോയി. പിന്നെ ഞാൻ വെളുപ്പിന് വെട്ടാൻ പോകുന്ന സമയത്തൊരിക്കൽ ഈ കൂടിരിക്കുന്നതിൻ്റെ അടിവശത്ത് വെച്ച് 2 പുലിക്കുഞ്ഞുങ്ങളെ കാണുകയുണ്ടായി വെളുപ്പിന്. പാക്കണ്ട സ്വദേശി മനോജിന്റെ പുരയിടത്തിലാണ് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടത്. ചുരുക്കത്തിൽ പൂമരുതിക്കുഴി, കമ്പകത്തുംപച്ച, പാക്കണ്ടം, പാടം മേഖലകളിലാകെ പുലിപ്പേടിയാണ്. ഒരു 3 തവണ ഇവിടെ പുലിയെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ നിന്നും നിരന്തരമായിട്ട് പുലിയുടെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. പലരും പല പ്രാവശ്യവും സന്ധ്യാസമയങ്ങളിലൊക്കെ പുലിയെ ഇവിടെ വെച്ച് കാണുന്നുണ്ട്. അതേസമയം സമീപ ദിവസങ്ങളിൽ പുലികളെ കണ്ട ഇടങ്ങളിലേക്ക് കൂടുകൾ മാറ്റി സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് വിശദീകരിച്ചു. പിന്നിട്ട 2.5 വർഷത്തിനിടെ കലഞ്ഞൂരിൽ 3 പുലികളെയാണ് വനം വകുപ്പ് കെണിവെച്ച് പിടികൂടിയത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.